പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങ അരിഞ്ഞ് ഉപ്പിലിടാൻ പോവുകയാണ്. ഉപ്പും മുളകും കൂട്ടി നമ്മൾ കഴിച്ചു നോക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക്. അപ്പം മാങ്ങ ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കണം. നല്ല പിച്ചാത്തി ഇന്ന് നടന്നത് തന്നെ. പിച്ചാത്തി ഇത് മതി, നല്ല മൂർച്ചയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാ, ഉണ്ട് അറിയാരിഞ്ഞൂടാത്തോണ്ട് എന്റെ കുഴപ്പത്തിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം എന്തിനാണ്? ഒരു കാര്യമില്ല. ഇത് കുറച്ച് സമയം എടുക്കും ഇതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വരായി. ചക്കപ്പൂക്കന കാര്യങ്ങൾ നടക്കൂല, നമ്മളെ ഉടായ്പ് വേറെ മാങ്ങേരെ കൂടെ നടക്കൂല. അതാണ് ഇതിന്റെ ഒരു വിഷയം. ഇച്ചാതി നല്ല മൂർച്ചയുണ്ട് കേട്ടോ. ഇല്ലടാ ബി, നീ എന്തിനാ അനക്കില്ല? സൗണ്ട് വന്നാലും കുഴപ്പമില്ല, ആളെ കാണൂലല്ലോ. ആളെ കണ്ടാലല്ലേ വൈറലായി അങ്ങ് പോവുള്ളൂ. നീ ഇത് അരിഞ്ഞൊക്കെ വെച്ച വയറ്റിലാക്കാൻ നിനക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്ത്, ഏതെങ്കിലും ഒരു സൗണ്ട് കിട്ടിയാൽ ഞാൻ ചെല്ലാം പറയാ. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അല്ലാതെ ചുമ്മല്ലേ ഒക്കെ കയ്യിൽ കിട്ടിയത്. ആ കൈ കിട്ടിയത് നാക്കി കിട്ടിയിരുന്നെങ്കിൽ സമാധാനത്തിൽ കിടന്ന് ഉറങ്ങായിരുന്നു. ഇത് നീളം കുറേ പോവാതെ നിൽക്കുകയാണ്. ഇല്ലാബി അപ്പൊ ഒരെണ്ണം അരിഞ്ഞു. അടുത്തത് വേണ്ട, ഇത് നല്ല ഭംഗിയായി. ഏവർക്കൊന്നും പറ്റൂല, ഏക നമ്മളെ പോലെയുള്ളവർക്ക് പറ്റൂ. ടെക്നിക്കൽ പരമായിട്ടുള്ള അരിയൊക്കെ വേണം. അരിവെപ്പല്ല, അരിയക്കം. എന്തിനും മലയാള വാദ്യാര് വന്ന് അക്ഷരം തിരുത്തിക്കായി. എല്ലാം പറയാ എളുപ്പം, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതുമില്ല. നമ്മൾ അരിഞ്ഞ് തന്ന കഴിക്കാൻ നിങ്ങൾ റെഡിയാണ്. നല്ല ഉപ്പും കൂട്ടി നല്ല ടേസ്റ്റിൽ പിടി പിടിക്കണം. അതാണ് അതിൻ്റെ ഒരു രീതി. ഇങ്ങനെ പോകണമെങ്കിൽ എൻ്റെ കൈ എടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു. അത് തന്നെ സംശയം. നല്ല നല്ല പച്ച മാങ്ങ കേട്ടോ, ഒന്നും ചെയ്തില്ല. മാങ്ങ പഴുത്തിരുന്നെങ്കിൽ ഇത്തിരി കൂടി ടേസ്റ്റ് കിട്ടിയെന്നെ. പക്ഷേ ഇത് പഴുക്കൂല. ഇതെന്തൊരു മാങ്ങ പേര്? നീ അല്ലെങ്കിൽ അതിന് വേറെ വല്ല പറഞ്ഞോണ്ടിരിക്കും. ശശി എന്നിടാം, ശശി മാങ്ങ. പഴുത്തത് വേണ്ട, പിഞ്ചോതി. നല്ല വേണ്ട, ഇതുപോലെ ചിക്ക് 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 എന്ന് പറഞ്ഞു പോവും. കുനിഞ്ഞിരിക്കാൻ ഇവര് വല്ല മോട്ടിച്ചിട്ട് വന്നിരിക്കുന്നതാ, കള്ള ലക്ഷണം. അവരൊന്ന് തെളിയിട്ടടേ. അല്ല, അവര് മാത്രം ഒളിച്ച് ജീവിച്ച അവരെന്തിന് മോഷണ കേസില പ്രതിയെ. ഇപ്പൊ രണ്ടാമത്തെ മാങ്ങ അരിഞ്ഞ് തീർന്നു, ചെത്തി തീർന്നു. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പൊ ഇനി ഇത് കൊത്തിയിടണം, ചെറിയ രീതിയിൽ കൊത്തണം. ഇപ്പൊ വലിയ രീതിയിലാണ് കൊത്തുന്നത്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ആഴ്ച തീരുമെന്ന് തോന്നുന്നില്ല. ഡേയ്, മറ്റേ പിച്ചാത്തി ഇങ്ങെടുത്തുണ്ടോ? ഈ പിച്ചാത്തി നടക്കൂല. ഈ പിച്ചാത്തിയില് കൊത്തിയാൽ ഇന്നും നാളെയും പോകൂല. വേണ്ടില്ലേ, ഇനി മറ്റേ പിച്ചാത്തിയിൽ കൊത്തിയില്ല. അതിനകത്ത് നടക്കണില്ലേ? നീ വാനൊക്കെ തുടങ്ങി. ഇപ്പം ഇതിപ്പോ അതും നടക്കുന്നില്ല, അതും നടക്കുന്നില്ല. അമ്പിളി അമ്മാവ മരക്കൊമ്പിലെന്തുണ്ട്, കൊമ്പിട്ടിരിപ്പാണോ താമരക്കിങ്ങനപ്പുറത്ത്. അമ്പിളി അമ്മാവ
താമരക്കൊമ്പിൽ എന്തുണ്ട്? കൊമ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറ്റും ഉണ്ടോ? താഴോട്ട് പോന്നാലോ നല്ലൊരു തേങ്ങ വാങ്ങിത്തരാം. താഴോട്ട് പോന്നാലോ നല്ലൊരു തേങ്ങ വാങ്ങിത്തരാം. തേങ്ങ വാങ്ങിത്തന്നാലോ നിങ്ങളെ തേങ്ങ പൊതിക്കാലോ. മതി പാട്ട്. പിന്നെ ഒരെണ്ണം നമ്മൾ അരിഞ്ഞ് തീർന്ന്. ഞാൻ അടുത്ത രണ്ടാമത്തെ മാങ്ങ എടുക്കുകയാണ്. ഓളങ്ങൾ താളം തല്ലുമ്പോ നീലക്കുരുവി നീ എന്തേ നാണിച്ചിരിക്കുമ്പം പീലിക്കടവിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. ഒരു സൈഡ് അങ്ങ് അരിഞ്ഞ് മട്ടാക്കി കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ സൈഡാണ്. ഇതും കൂടി അരിഞ്ഞ് അങ്ങോട്ട് തീർന്നാൽ പണി തീർന്ന്. പിന്നെ കഴിക്കുന്ന ഒരുപാട് മാത്രമേ ഇതിൻ്റെ അകത്ത് വരൂ. ഡേയ് ഉപ്പും മുളകൊക്കെ എടുത്തോണ്ട് പോയി. അപ്പൊ ഇപ്പൊ തീരും. അപ്പം മറ്റേ പറയും പോലെ പെട്ടെന്ന് തീർന്നാൽ അടുത്ത പണി തരാം. ഇത് കഴിഞ്ഞിട്ടാണ് തുണി കഴുകണം, വെള്ളം കോരണം, മീൻകറി വെക്കണം. ഒരുപാട് പണിയുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കണോണ്ട് ഇവർക്ക് ജോലി എളുപ്പമാണ്. എല്ലാം ഞാൻ തന്നെ ചെയ്യും. ഇവർക്കൊരു പണിയും ഇല്ല. ഇവർക്ക് ഉണ്ണാ സമയമാകുമ്പം കാപ്പ് കുടിക്കുക സമയമാകുമ്പോൾ വന്നാൽ ഇവർക്ക് ജോലിക്ക് വയ്യാത്തില്ലെന്ന് ഇവരെല്ലാവരും പറയും ഇന്ന് വീഡിയോ എടുത്താലോ. അപ്പം ഞാൻ പറയും ഓക്കെ, ഒരു കണ്ടന്റ് ആവുമല്ലോ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ പണികളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ കിടന്ന് ചെയ്യുകയാണെന്ന്. അങ്ങനെയാണ് ഞാൻ ഉണങ്ങിപ്പോയത്. കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റമാണ് ഞാൻ ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീഡിയോ എടുക്കണോണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണത് തന്നെ. മനുഷ്യർക്ക് ഇതൊക്കെ തന്നെയാണ് കുഴപ്പം. അത് അവർക്ക് പുളിപ്പായതുകൊണ്ട് അവിടെ നിർത്താനാണെന്നാണ് എൻ്റെ കൂടി പറയണത്. ഇപ്പൊ മനസ്സിലായല്ല ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. എനിക്ക് പുളിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞത്. അപ്പൊ അവർക്കത് പുളിപ്പായിട്ട് തോന്നുന്നു. അപ്പൊ ഞാൻ നിർത്തി. അപ്പൊ ഈ രണ്ട് മാങ്ങ അരിഞ്ഞ് അവസാനിച്ചു. ഉപ്പിട്ട് കൊടുക്കണം. ശകലം മതി. ഉപ്പ് കൂടിയാലും കുഴപ്പം തന്നെ. ഉപ്പൊക്കെ ഇത്രയും മതി. ഇനി ലേശം മുളക് പൊടി. ഇത് ഭയങ്കര എരിയുള്ളതാണ്, അതുകൊണ്ട് ഇട്ടുപോലെ ഇട്ടാൽ മതി. അല്ല നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനിടി, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ഇടുകയാണ്. അത് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇനി ലേശം വെളിച്ചെണ്ണ അങ്ങ് തട്ടി കൊടുക്കണം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് ഇട്ട് പൂരം തട്ടിയാൽ മതി, അല്ലെങ്കിൽ വീട്ടുകാരെ വായിരിക്കണം അത്രയും കേൾക്കണം. അത് കൂടിപ്പോയെന്നാണ് തോന്നണേ. വീണ് അത് വില കൂടുതൽ. വില കൂടുമ്പോൾ നമ്മൾ വില അനുസരിച്ച് പോകണം. വീണ് അടിയിലുണ്ട്. വേണ്ട മുളക് പൊടി ശാലം കൂടി ഇടാം, കളറില്ല. എങ്കിൽ പിന്നെ ഉണ്ട്, അവർക്ക് കഴിക്കാൻ കണക്കിന് അവര് പറയുന്നു. നമുക്കുള്ള കണ്ടല്ലോ ഇവരെ സ്വഭാവങ്ങൾ. വീഡിയോ ഓഫായെന്ന് പറഞ്ഞാൽ ഇവരെ സ്വഭാവം ഇളക്കിയത്. ഇവൻ പറയണ സ്പൂണ് വേണ്ടെന്നാണ്. കൈ കൊണ്ടുള്ള കൈപ്പണിയാണ്. കൈപ്പണി മേശിരി കൈപ്പണി. വേണ്ട, ഇങ്ങനെ നല്ല ഒന്ന് തിരുമണം. ഇതെല്ലാം അതിലേക്ക് ഒന്ന് ആഞ്ഞു പിടിക്കണം. കണ്ട. അപ്പൊ നമുക്ക് ഇതാണല്ലോ അനിയെല്ലാം ക്ലിയറായി. ഇനി നമുക്കത് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പുളിപ്പുണ്ട്. പുളി അണ്ടാൻ കയറിപ്പോയി. കൊള്ളാം കേട്ടാ, നല്ല രസമുണ്ട് സത്യം. നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ് ഉള്ളത്. അപ്പോൾ അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.